നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടമോ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ മുന്നോട്ട് പോകും? ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾ 10 ഇയേഴ്സ് ആയിട്ട് ഒരു കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ആൾ നേരിടുന്ന ഏറ്റവും വലിയ ഫിനാൻഷ്യൽ റിസ്ക് എന്തായിരിക്കും? എന്നും ഈ ജോലിക്ക് പോയിട്ട് വരുമാനം കിട്ടും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടമോ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ മുന്നോട്ട് പോകും? എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥാപനത്തിലത്തെ മുതലാളിയും ഓണറും പിന്നെ ഇവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ മെനക്കെടില്ല. അവർ ചെയ്യില്ല അത്. അപ്പോൾ എപ്പോഴും ഈ ജോലി എന്ന് പറയുന്നത് ഹൈ റിസ്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലുതൊന്നും നേടാനും പറ്റുന്നില്ല. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് നമ്മളെ തേടി വന്നാൽ പിന്നെ നമ്മൾ തീർന്നു. നമ്മുടെ ജീവിതം അവിടെ തോറ്റു പോവുകയാണ്. ഇനി ജോലി ചെയ്യാം. എൻ്റെ നോട്ടത്തിൽ നിങ്ങൾ ജോലി ചെയ്തോ, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 40 ലക്ഷം രൂപ ഇയറിൽ കിട്ടുന്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ആ ജോലിക്ക് ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ മറ്റേത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? നല്ലൊരു എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ പൈസയെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 10 കൊല്ലം 10 വർഷം നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടും നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരു ബിഗ് സീറോ. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങണം, അല്ലേ? വേട്ടയ്ക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തീർന്നു. പിന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് ഒരു ഭാരമായിട്ട് നമ്മൾ ജീവിച്ചു പോകേണ്ടി വരും.